ചില്ല് തുറന്നു കിടക്കാൻ കുഞ്ഞു വീഴും. ഇങ്ങോട്ട് വലിച്ചടക്കി. വീഴും കുഞ്ഞാ. ശരി, എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കും. മുന്നോട്ട് പോവല്ലേ. സ്ഥലം ഇറങ്ങുന്നുണ്ട് അങ്ങോട്ട് തന്നത്. ഇപ്പൊ ഊരിപ്പോവും കേട്ടോ. ഇതിനെ എനിക്ക് തരാൻ പറഞ്ഞു. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴ പെയ്ത് ഇന്നലെ ഞാൻ മെനഞ്ഞാന്ന് മഴ പെയ്തപ്പോൾ വെള്ളം മേടിക്കെട്ടി കിടക്കുമായിരുന്നു. പിന്നെ അത് കുറച്ചേ വെള്ളം അങ്ങ് പോയി. ഇനിയിപ്പോൾ നിറഞ്ഞു കിടക്കും. കരിയില കയറി മൂടി കിടക്കും. എത്തത്തൊന്നുമില്ല. 2 പൈപ്പ് ഒന്നിച്ചാക്കിയൊക്കെ പോയി വെള്ളം ഒന്ന് ആ കരിയില ഒന്ന് നീക്കി കളയാമെന്ന് വിചാരിച്ച് തല കറങ്ങും. മുട്ട് വരുമ്പം ഇത് പറയണം അതൊന്ന് തൂക്കാൻ. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്നതേ റവ തീർന്നായിരുന്നു. അത് മേടിച്ച് കോൺഫ്ലോർ തീർന്നു. മുട്ടിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളു. വിളിക്കുന്നു. ഹലോ, ചോദിച്ചോ. കുടിക്കാമല്ലോ. പിന്നെ കുടിക്കുന്നതിന് എന്തോ ഗുവ എന്ന് പറയുന്നത് എന്തോ പേരൊക്കെ. ആ, എനിക്ക് മനസ്സിലായി. അത് കുടിക്കാൻ ഒക്കുമെന്ന് ചോദിക്കുന്നതിന്റെ കാര്യം എന്തോ. അതങ്ങ് പറ. ഒരെണ്ണത്തിന് എത്ര? ഇതെല്ലാം പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർത്ത് വരുന്നതാ. ഇച്ചിരി ഫ്രൂട്ട്സ് അങ്ങ് മേടിച്ചാൽ പോരെ. അല്ലെങ്കിൽ അല്ലാതെ ഇരിക്കുവായിരുന്നു. നിനക്കുള്ള പണി ടെറസിന്റെ മണ്ടയ്ക്ക്. അതെന്തുവാ? പിന്നെ വീടിന്റെ ടെറസിന്റെ മണ്ടയ്ക്ക് വെള്ളം കെട്ടി കിടക്കുവാ. ഞാനും മോനുകുട്ടനോടെ കുറച്ച് കരിയിലൊക്കെ നീക്കി കളയുമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ പറയുമായിരുന്നു, നീ വന്നിട്ട് അവിടെ ഒന്ന് തൂപ്പിക്കും. പിന്നെ ആരോട് പറയാനാ ഞാന്. അപ്പൊ അടുക്കളയിൽ ഇന്ന് വലിയ പണികളൊന്നും ഇല്ലാത്ത ചോറും എന്റെ പഴുത്ത മാങ്ങാക്കറി, സ്പെഷ്യൽ പഴുത്ത മാങ്ങാക്കറി ഇച്ചിരി ഇരിപ്പുണ്ട്. പിന്നെ മീൻ വറക്കാൻ ഇരിപ്പുണ്ട്. പോവയ്ക്കാൻ മെഴുക്കുവരട്ടിയുണ്ട്. മോനുകുട്ടന് സ്പെഷ്യൽ ഉണ്ട് കേട്ടോ. നമുക്ക് ഇന്നൊരാൾ ഓഫർ ചെയ്തതാണ്. ഫ്രൈഡ് റൈസ് ആയിരുന്നു. അപ്പൊ ഞാനൊരു ശകലയെ കഴിച്ചോളൂ. ബാക്കി മോനുകുട്ടനെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്ന് കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാം. ഇന്ന് കുറച്ച് ചില്ലറ പണികളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ കുറച്ച് ചെറിയ തയ്യലുകളൊക്കെ തീർക്കാനൊക്കെ ഉണ്ട്. അഴിഞ്ഞതും കീറിയതും അങ്ങനെ കുറച്ച് തയ്യലുകളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. കുറേ ദിവസം കൊണ്ട് ഒരു ടോപ്പ് അവിടെ കൊണ്ടിട്ടേക്ക് ഇച്ചിരി ഇറക്കം കുറയും. അതൊന്നും നടക്കുന്നേ ഇല്ലായിരുന്നു. ഇന്നിപ്പോ വേറെ പണികളൊന്നും ഇല്ലല്ലോ. അതൊക്കെ ചെയ്യാം. പിന്നെ മുറ്റം ഒന്ന് തൂക്കണം. 2 വശത്ത് മൊത്തം കരിയിലയും പൊടിയും വീട് കിടക്കും. അവിടെ മാത്രം ഒന്ന് തൂക്കണം. എന്നിട്ട് കുളിച്ചിട്ട് വന്ന് നമുക്ക് തിരി കത്തിച്ച് പ്രാർത്ഥിച്ച് ബാക്കി പണികൾ ചെയ്യാം എന്ന് വിചാരിച്ചേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോക്കകത്ത് ആരോട് ചോദിച്ചു അമ്മയുമായിട്ട് ഉടക്കിയോ, അമ്മയെ കാണുന്നില്ലല്ലോ. എന്റെ ഇഷ്ടങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം എല്ലാ വീഡിയോസിലും എല്ലാ പേരെയും ഉൾപ്പെടുത്തണമെന്നൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ നടക്കത്തില്ല. അത് പ്രത്യേകിച്ച് അമ്മയുടെ കാര്യത്തിൽ അമ്മയ്ക്ക് വീഡിയോ എടുക്കുന്നതിനോടൊന്നും അത്ര ഇഷ്ടമല്ല. പിന്നെ ഞാൻ വെറുതെ ഇങ്ങനെ എന്താ നമ്മളിരിക്കുമ്പോഴും
സംസാരിക്കുമ്പോഴും ഒക്കെ ഞാൻ വീഡിയോ എടുക്കുന്നേ ഉള്ളൂ. അല്ലാതെ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അമ്മയൊന്നും വരാറുമില്ല. അമ്മ അങ്ങനെ ഞാൻ വിളിക്കാറുമില്ല. ഒരാളുടെയും പ്രൈവസിയിൽ കയറി ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതിന് എൻ്റെ മക്കളാണെങ്കിൽ പോലും അത്രേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇനി ഉടക്കി തിരിഞ്ഞോ പിരിഞ്ഞോ എന്നൊന്നും നിങ്ങൾ കണക്കാക്കണ്ട. ഇന്നലത്തെ ഒക്കെ വീഡിയോയിൽ അമ്മ ഉണ്ടല്ലോ കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ആലോചിച്ച് കൂട്ടുന്നതെന്ന് ഞാൻ അങ്ങ് പറഞ്ഞതാണ്. ഇച്ചിരി എനിക്ക് ചെയ്യാൻ തന്നോണം. ചുമ്മാ ഇനി ഞാൻ ചെയ്യട്ടെ. ഇച്ചിരി ചെയ്യിപ്പിക്കാമോ? ഇപ്പൊ മനസ്സിലായോ ഞാൻ പറഞ്ഞ എന്തുവാന്ന്? ആ ആയിക്കോട്ടെ. എന്തോ ഇനി അതവിടെ ഇട്ട് കത്തിക്കുന്നേ? എനിക്ക് മുട്ടിട്ടാവില്ല. പറ്റിയ പ്രബലിക്കൊണ്ട് എന്നെ കിടത്തുന്നു. നടത്തുന്നു. എന്റെ പ്രാണനെ തിന്നാമണോ നീ വയറ് നടത്തുന്നു. കുരുവിൽ തലക്കളാണ് ഞാൻ ഭയപ്പെടയിൽ നീയോട് ചെയ്യുന്നല്ലോ. നിന്റെ എന്റെ തലയെ നീ എന്നോട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പറഞ്ഞത് നീ ഇമ്മിണി ചോറ് ചൂടാക്കാൻ വെക്കാൻ പോവാ കേട്ടോ. എനിക്ക് മാത്രം മോനിക്കുട്ടൻ അതുണ്ടല്ലോ. വെള്ളം കുത്താൻ പോയി കൈ പോവാ. മീൻ വറുക്കാൻ അങ്ങോട്ട് വെക്കാം. അപ്പോഴേക്കും ചോറ് ചൂടാവും. ഈ ഒരു പാനിന്റെ കാര്യം കുറേ പേരെന്നോട് ചോദിച്ചായിരുന്നു. ഇത് ഞാൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്ന്. നമുക്ക് ഈ ലിങ്കുകളൊന്നും വീഡിയോസിൽ ഷെയർ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ലിങ്ക് ചോദിച്ചവർക്കൊന്നും ഞാൻ കൊടുക്കാൻ മനഃപൂർവ്വമല്ല. ഇതിന് 320 രൂപയുള്ളേ. 400 രൂപ താഴെ, കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മുടെ ഇരുമ്പ് ചീനിച്ചട്ടിയുടെ അത്രയും വെയിറ്റ് വരത്തില്ല. ഇതിപ്പം മറ്റേതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കൈ കൊണ്ട് പൊക്കി എടുക്കാനൊന്നും പറ്റത്തില്ല. എനിക്ക് ഇതാകുമ്പോൾ അത്രയും വെയിറ്റ് വരത്തില്ല. പക്ഷെ ഇരുമ്പ് തന്നെയാണ്. അതിന്റെ മെറ്റൽ ഷീറ്റ് വെച്ച് ഉണ്ടാക്കുന്നതാണ് ഇത് കേട്ടോ. പിന്നെന്തുവാ, ആമസോണിലും ഫ്ലിപ്പിലും മീഷോയിലും ഒക്കെ ഉണ്ട്. മീഷോയിൽ ഇതിന്റെ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇത് തന്നെ കിട്ടുമോ എന്നുള്ളത്. ഞാൻ അതിനകത്ത് നോക്കിയിട്ടില്ല കേട്ടോ. കാണുമായിരിക്കും. അപ്പൊ ആമസോണിൽ നിങ്ങൾ കാസ്റ്റ് അയൺ പാൻ എന്നൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ലിസ്റ്റിനകത്ത് ഇതൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. മൂന്നാല് കിളിമീൻ വറക്കാനുണ്ട്, നമുക്കത് വറക്കാം. പിന്നെ ഇന്ന് ഞാൻ മീനൊന്നും മേടിക്കാനൊന്നും നിന്നില്ല. നല്ല മഴയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, മഴയത്ത് ഇറങ്ങാൻ നോക്കി നിന്ന് മഴ തോർന്നപ്പോഴത്തേക്ക് ഞാൻ ഓടിപ്പാഞ്ഞി പോയിരുന്നു. അത് മാത്രമല്ല, ഇന്നിപ്പോ കൊണ്ടുവന്നിട്ടും കാര്യമില്ല. ഫ്രിഡ്ജിന് വെച്ച് വെക്കാനേ പറ്റുള്ളൂ. ഇന്നിപ്പം ഇതൊക്കെ ഉള്ളത് കൊണ്ട് ആവശ്യമില്ലായിരുന്നു. കുറേ പേര് പറഞ്ഞു ജാനിക്കുട്ടിയെ മിസ് ചെയ്യുന്നു. ജാനിക്കുട്ടിയെ ഞാൻ ഇടയ്ക്കൊക്കെ രാവിലെയൊക്കെ കാണും. മാമന് പൊതിച്ചോറ് തന്നു വിടുമല്ലോ. അപ്പൊ മാമിയുടെ അടുക്ക് വണ്ടി നിർത്തും. അപ്പൊ ജാനിക്കുട്ടിയെ ചിലപ്പോഴൊക്കെ കാണും. അല്ലാതെ ഞാൻ അങ്ങോട്ടൊന്നും ഇറങ്ങി പോകുന്നില്ല. ഒന്നാമത്തെ കാര്യം, എനിക്ക് കയറി ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടാണ്. റോഡൊക്കെ ശരിയാക്കിയെന്ന് പറഞ്ഞാലും എനിക്ക് വണ്ടി ഇറക്കാനൊന്നും പറ്റത്തില്ല. നമ്മുടെ വീട്ടിലോട്ടുള്ള ഇറക്കം പോലും എനിക്ക് പറ്റത്തില്ല. ഇറങ്ങി ഇങ്ങ് പോരും, പക്ഷെ തിരിച്ചെടുത്തോണ്ട് പോകാൻ എൻ്റെ കൈ പറ്റത്തില്ല. മുത്ത് മാത്രമേ വണ്ടി ഇവിടോട്ട് ഇറക്കി വെക്കാറുള്ളൂ. പിന്നെ അവിടെ അതുപോലെ തന്നെ റോഡ് കോൺക്രീറ്റ് ചെയ്ത്, പക്ഷെ ഇങ്ങനെ കയറ്റം എനിക്ക് പറ്റത്തില്ല. ഞാൻ പരീക്ഷണത്തിന് പോകുന്നില്ല. എവിടെങ്കിലും വീണു പോയെങ്കിൽ എൻ്റെ കാര്യങ്ങളെല്ലാം അവതാളത്തിലായി പോകും. അപ്പം ഞാൻ അതുകൊണ്ട് ഒരു പരീക്ഷണത്തിനൊന്നും മുതിരാത്തത് അതുകൊണ്ടാണ് കേട്ടോ. എക്സ്പീരിയൻസ് ഉള്ള, അല്ലെങ്കിൽ കൈക്ക് നല്ല ആരോഗ്യമുള്ള ഒരാളിന് പറ്റും, പക്ഷെ എനിക്ക് പറ്റത്തില്ല. ഞാൻ വണ്ടിയിൽ
ലോഡ് വെച്ച് പോലും വണ്ടി ഓടിക്കാൻ എനിക്ക് പറ്റത്തില്ല. മോനിക്കുട്ടനെ ഇപ്പം ആണെങ്കിൽ മോനിക്കുട്ടനെ വെച്ചിട്ട് വണ്ടി ഓടിക്കാൻ പോലും എനിക്ക് പ്രയാസമാണ്. പിന്നെ നമ്മൾ പോകുമ്പോഴാണ് നേരത്തെയൊക്കെ, ഇപ്പം ഈ ഹെൽമെറ്റിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അങ്ങനെ ആരും പറയാറില്ല. അഥവാ ആരെങ്കിലുമൊക്കെ ടൂ വീലറിന് കൈ കാണിച്ച് എനിക്ക് നിർത്താനും അവരെ കൊണ്ടുപോകാനും ഒക്കെ ആഗ്രഹമാണ്. പക്ഷെ ഈ പറയുന്ന വിഷമാവസ്ഥ ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ആരെയും കൊണ്ടുപോകാറില്ല. പിന്നെ എന്താ അങ്ങനെ ചിലർക്ക് ഇപ്പൊ നമ്മളോട് എവിടെയൊക്കെ കൊണ്ടുവിടാമോ എന്നൊക്കെ ചോദിക്കുന്നവര് കാണുമല്ലോ. അവ പറ്റത്തില്ല, എന്റെ കൈ വയ്യാന്നൊക്കെ പറഞ്ഞാൽ അവര് വിചാരിക്കും നമുക്ക് ഒരു ജാടയായിട്ടാണ്. പക്ഷെ സത്യാവസ്ഥ ഇതാണ് കേട്ടോ. ഞാൻ തന്നെ എന്നെ വണ്ടി കൊണ്ടുവരുന്നു എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ എന്റെ മിടുക്കൊണ്ടല്ല. വണ്ടി എന്നെ കൊണ്ടുവരികയാണ് സാധാരണ. അമ്മയുടെ അടുക്കെ കറിവേപ്പില എടുക്കാൻ എളുപ്പമാണ്. അപ്പൊ ഇത് എടുത്ത് വെക്കണമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ ആ സ്റ്റെയർ കയറാൻ എനിക്ക് പേടിയാണ്. എനിക്ക് ധൈര്യമില്ല. കാരണം എന്റെ കാലിന് മുട്ടിന് ഭയങ്കര ബലക്കുറവ് പോലെ തോന്നുന്നുണ്ട്, വേദനയാണ്. നേരത്തെ ബലക്കുറവ് തോന്നും, പിന്നെ ഈ നടക്കുമ്പോഴൊക്കെ വേച്ച് പോകുന്ന പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഹൈറ്റിലൊന്നും കയറത്തില്ല. കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസിന് ഞാൻ സ്റ്റാർ ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ ലാഡറയില് 2ാമത്തെ പടിയെ കയറിയിട്ട് ഇറങ്ങി. എന്റെ കാല് എത്ര ദിവസം മുറിഞ്ഞ് വേദനയായിരുന്നു എന്നറിയാം. കയറിയ വാക്കി തട്ടിയത്. അതുകൊണ്ട് ഇപ്പൊ അത് ഓർക്കാൻ പോലും വയ്യ. ഇനി അങ്ങോട്ടൊന്നും എനിക്ക് പറ്റത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. ഞാൻ കൊച്ചോണ്ട് അവിടെ പോയി മുകളിലാ ടെറസ് 2 ദിവസം കയറിയില്ലേ, ഭയങ്കര വേദനയായിരുന്നു. പിന്നെ മുട്ടിന് മൊത്തം. അപ്പം കറിവേപ്പില ഇച്ചിരി എടുത്ത് വെക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ സ്റ്റെയർ കണ്ടപ്പം വേണ്ടാന്ന് വിചാരിച്ചെങ്കിൽ പോലും. ഇനിയിപ്പം മോനിക്കൊട്ടോട് പറഞ്ഞ എടുത്ത് തരും. ഞാൻ പറയാനില്ല, എനിക്ക് പേടിയാട്ടോ. കൈവരി ഒന്നും കെട്ടിയിട്ടേതാണ്. നമ്മുടെ മിറ്റത്തേതാണെങ്കിൽ കുറച്ച് ചൂടൊക്കെ ആയിട്ട് ഇല കുറവാണ്. അവിടെ 2-3 കറിവേപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ എനിക്ക് എടുക്കാം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. ഇനിയിപ്പോ ഇവിടെ ഞാൻ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഞാൻ ചക്കയപ്പം ഉണ്ടാക്കി. ഇന്നും രാവിലെ ചക്കയപ്പമായിരുന്നു. ചക്കയപ്പം എന്ന് വെച്ചാല് അമ്മ അരി അരച്ച് ചക്ക അരിഞ്ഞതിനൊക്കെ ചേർത്ത് നമ്മള് കുഞ്ഞിനപ്പത്തിനൊക്കെ മാവ് റെഡിയാക്കി വെച്ചേക്കത്തില്ല രാത്രിയിൽ, അതേപോലെ മാവ് റെഡിയാക്കി വെച്ചിരുന്ന് രാവിലെ ഉണ്ടാക്കിയപ്പോ. അപ്പൊ ഞാന് അതുണ്ടാക്കിയപ്പം കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിനകത്ത് ഒഴിച്ചുണ്ടാക്കി കേക്ക് പോലും ഇങ്ങനെ ബൗള് പോലൊക്കെ ആയി വന്ന് വീഡിയോ ഇടാം കേട്ടോ. പിന്നെ എന്താ പറയുക, ടേസ്റ്റും നല്ലതായിരുന്നു. കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചുണ്ടാക്കിയപ്പോൾ നല്ല രുചിയായിരുന്നു. പിന്നെ ഞാൻ 2ാമത്തെ സെക്ഷൻ മാവ് എൻ്റെ ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നു. ആ പ്ലേറ്റിന് നമ്മൾ അപ്പം ഉണ്ടാക്കത്തില്ലേ, വെള്ളയപ്പം, ഈ പെസഹപ്പം ഉണ്ടാക്കത്തില്ലേ, അതേപോലെ ഉണ്ടാക്കി എടുത്ത്. അതും നല്ലതായിരുന്നു കേട്ടോ. മുത്ത് 18-ാം തീയതിക്ക് വരുമെന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ ടിക്കറ്റ് കിട്ടിയിട്ടില്ല. 18-ാം തീയതി വരുവാണെന്നുണ്ടെങ്കിൽ ഈസ്റ്ററിനൊക്കെ ആണ് ഉണ്ടായിരുന്നേനെ. ഇനി ടിക്കറ്റ് കിട്ടാഞ്ഞുകൊണ്ട് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ നമ്മള് ഇവിടെ എല്ലായിടത്തും ഉള്ളതാണ് ദുഃഖ ശനിയാഴ്ച. ദുഃഖ വെള്ളിയാഴ്ച പോലെ തന്നെ ദുഃഖ ശനിയാഴ്ച ഉണ്ടെന്ന്. പപ്പയുടെ സെമിത്തേരി പോകണമെന്നുണ്ട്. ഇത് കുറച്ച് ദൂരം അങ്ങോട്ട് പോകണം. പപ്പയെ അടക്കിയിരിക്കുന്ന നമ്മൾ പണ്ട് താമസിച്ചിരുന്നിടത്താണ്. അവിടുത്തെ പള്ളിയിലാണ്, അവിടുത്തെ സെമിത്തേരിയിലാണ് പപ്പയെ അടക്കിയിരിക്കുന്നത്. അപ്പൊ അവിടെ വരെ കുറച്ച് ദൂരമുണ്ട്. ഒത്തുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എളുപ്പമായിരുന്നു. മോനിക്കുട്ടനെയും കൊണ്ടൊക്കെ തിരക്കിനകത്തൂടെ ടൗണിൽ കൂടെ ഒക്കെ വണ്ടി ഓടിക്കാൻ എനിക്ക് പേടിയാണ്. കുറച്ച് ഓർമ്മകൾ ഷെയർ ചെയ്യാം. ആദ്യം ഞാൻ മുത്തിനെ കാണിക്കാവേ. മുത്തിനെ കാണിക്കാം. ഇപ്പൊ മോനിക്കുട്ടൻ അത്രയേ ഉള്ളപ്പോൾ ഉള്ളത് കേട്ടോ. പിന്നെ ഞാൻ ഒരാളെ കാണിക്കാം. ഇപ്പോഴത്തെ വലിയ താരമാണ്. അവള് കാണുമ്പോ എന്റെ ഓടി. കൊച്ചോടും മുത്തുവാട്ടോ. പിന്നെ ഇതും അവൻ രണ്ടുമാട്ടോ. ഇതൊക്കെ കാണുമ്പോ അവിടെ എന്നെ ഓടിക്കും. ചേച്ചി എന്തിനാ അത് കാണിക്കുന്നതെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കും. പിന്നെ അച്ഛനും മോളുമാട്ടോ, കൊച്ചോളും മാമനും. പിന്നെ ഞാനൊരു കാര്യം കാണിക്കാം. മോനിക്കുട്ടനും കൂക്കും. മോനിക്കുട്ടന് 1 മാസം ആയില്ല. അതിന് മുമ്പുള്ള ഫോട്ടോ ഇത് കേട്ടോ. മോനിക്കുട്ടൻ ജനിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഉള്ള ഫോട്ടോസ് ഇത് കേട്ടോ. ഹോസ്പിറ്റലിൽ വെച്ചുള്ള ഫോട്ടോയാ. മോനിക്കുട്ടനെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാട്ടോ.
ഇത് കണ്ടോ, ഇത് നമ്മുടെ ജാനിക്കുട്ടിയുടെ നൂലുകെട്ടിന്റെ ഫോട്ടോ കണ്ടോ. അന്ന് എനിക്ക് തൊപ്പിയൊക്കെ വെച്ച് നിൽക്കുമല്ലേ കണ്ടോ. മുടിയൊന്നുമില്ല, മുട്ടയായിരുന്നു. അന്നത്തെ മോനിക്കുട്ടനെയും ജാനിക്കുട്ടിയും കണ്ടു. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടം വരും. സങ്കടം വരണമെന്ന് തോന്നുമ്പോൾ ഞാൻ ഇതൊക്കെ എടുത്ത് വെച്ച് കാണും. അമ്മമ്മയും ജാനിക്കുട്ടിയും മുട്ടും. അമ്മമ്മയും മോനിക്കുട്ടനും മുത്തും ഞാൻ. എങ്ങനെയുണ്ട്? ജാനിക്കുട്ടിയുടെ ആദ്യത്തെ ഓണത്തിന്റെ അന്നത്തെ ഫോട്ടോ ഇത് കണ്ടു. ജാനിക്കുട്ടി സദ്യ ഉണ്ട്, മോനിക്കുട്ട നോക്കിയിരിക്കുക. ഞാൻ ഒരു ഫോട്ടോ കാണിക്കാം. ഒരാളെ ഞാൻ കാണിക്കുന്നില്ല, അതിനകത്തുള്ള മോനിക്കുട്ടനെ കാണിക്കാം. കണ്ടു, മോനിക്കുട്ടന്റെ ചിരി കണ്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫോട്ടോ ഇത് കണ്ടു. അവന്റെ ചിരിക്ക് 100 മാർക്ക് ഞാൻ കൊടുക്കും. ആ ചിരിക്ക് നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും? കൊച്ചോളെ കാണിച്ചില്ല, അപ്പൊ ചിപ്പിയെ കൂടെ കാണിക്കാതെ. ചിപ്പി, കൊച്ചോള്, ഞാന്, ആങ്ങള. ദൈവമേ, യുദ്ധം നടത്തും അവളുമാരെന്നെ വെട്ടും. ഞാനിതെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് ഓർമ്മകളൊക്കെ അയവിറക്കണം. അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് പറയാൻ കേട്ടോ. ഇപ്പൊ നമുക്ക് മീനൊക്കെ തിരിച്ചിടാം. ഞാൻ ഇടയ്ക്കൊന്ന് ഓഫ് ചെയ്തിട്ടെ, തണുത്ത് കാണും. തിരിച്ചിടട്ടെ. ഞാൻ വൈകിട്ട് വന്നപ്പം മോനുകുട്ടനെ അവിടെ നിന്ന് ചക്കയപ്പം ഉണ്ടാക്കിയത് കഴിക്കുമായിരുന്നു കേട്ടോ. എനിക്ക് കുറച്ച് മുമ്പേ എന്നോട് പറയാ എനിക്ക് വിശക്കുന്നത്. എന്തിനാണറിയാം, ഇത് കണ്ടേന്ന് പറയാം കേട്ടോ. ഞാൻ 8 മണിയായിട്ട് തരത്തോട് വിശപ്പൊന്നും ഇപ്പൊ കഴിച്ചിട്ടിരിക്കുമല്ലോ. ഓ, ഞാൻ വൈകിട്ടെങ്ങാണ്ട് ഇച്ചിരി ചക്കയപ്പം നിന്നതേ ഒഴിച്ചില്ല, ഒന്നും കഴിച്ചില്ല. ഞാൻ നമ്മുടെ ഈ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഇടുന്നത് കൊണ്ട് എനിക്ക് ഏറെ സജസ്റ്റ് ചെയ്ത് വരുന്നത് കുക്കിംഗ് വീഡിയോസ് തന്നെ കേട്ടോ. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു മുട്ടപ്പപ്പടം കറി, അത് ഒരു ദിവസം നമുക്ക് ഉണ്ടാക്കണം. ഈസിയാണ്. അപ്പൊ അതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇന്നിപ്പോ കറികളുള്ളത് കൊണ്ടാണ് ഇന്ന് തന്നെ വെച്ച് നോക്കണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ വിചാരിച്ചു ഇതൊക്കെ കരിയട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. നമുക്ക് ആ കറി ഒന്ന് വെച്ച് നോക്കണം. ഈ എന്താണ് ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവർക്കും എന്തുവാ പാചകം അധികം ചെയ്യാൻ ഇഷ്ടമല്ലാത്തവർക്കും എന്നാൽ ചോറുണ്ണാൻ കറിക്കൊക്കെ വേണമെങ്കിൽ അത് ഈസിയാണ് കേട്ടോ. നമുക്കതൊന്ന് വെച്ച് നോക്കാം. അത് കണ്ടപ്പോ തൊട്ട് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. നമുക്ക് ചോറുണ്ണാം. മീനാവട്ടെ. അപ്പൊ മീനാവുമ്പോ നമുക്ക് അത്താഴപ്പെടപ്പം മോനിക്കുട്ടിനെ വിളിക്കാം, മോനിക്കുട്ടിന് കഴിക്കാൻ കൊടുക്കാം അല്ലേ. പറഞ്ഞില്ല ഉമ്മേ എത്തി താരം. കൊതി പിടിച്ചിരിക്കുക, കൊതി പിടിച്ചിരിക്കുക. കയ്യോടെ നഖം വളർന്നു, നഖം വളർന്നു വെട്ടണേ. അമ്മയ്ക്ക് വേണ്ട, അമ്മയ്ക്ക് രൂപ മതി. അയ്യോ, കഴിക്കാൻ പോവാണ്. കളയല്ലേ. ഇന്ന് ഇവിടെ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നലെയൊക്കെ മഴ പെയ്തിട്ടും വലിയ തണുപ്പൊന്നും തോന്നിയില്ല. എൻ്റെ കൂടെ ഭയങ്കര ഇതെല്ലാം അടച്ചിട്ട് ഉഷ്ണമായിരുന്നു. ഇന്ന് ഇവിടെ തണുപ്പുണ്ട് കേട്ടോ. ചോറും ഇവിടെ കോവയ്ക്ക മെഴുക്ക് വരട്ടി, നമ്മുടെ
മാമ്പഴപ്പുളിശ്ശേരി, 2 മാമ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്, നമ്മുടെ കിളിമീൻ വറുത്തതും. ഇതാണ് നമ്മുടെ ഇന്നത്തെ അത്താഴം, എൻ്റെ അത്താഴം. മോനുക്കുട്ടൻ കഴിച്ചത് സ്പെഷ്യൽ. അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് യാത്ര പറയാം. നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കാം. എല്ലാവരോടും സ്നേഹം, എല്ലാവരോടും പ്രാർത്ഥനകൾ കേട്ടോ. ടാറ്റാ, ഓക്കെ, ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.